പിള്ളേർക്ക് മുള്ളാൻ മുട്ടുമ്പോൾ പിടിച്ചു വെക്കാൻ അവനുള്ള കഴിവുണ്ടോ? ഹേ ഗായ്സ്, അങ്ങനെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാനഡ. നമ്മളങ്ങനെ ഫുഡ് ക്രോളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് പോലെ അതെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ബാക്കി കാഴ്ചകൾ കാണാം. ലെറ്റ്സ് ഗോ. പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ഡാൻസ് കളിച്ച് വന്നിട്ടിരിക്കുകയാണ്. ഇറങ്ങി വരൂ. ആഡം 1 2 പിള്ളേരൊക്കെ നല്ല ഓളമാണ് ഗൈസ്. ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് കാർഡിഫ് ബേ വ്യൂ പോയിന്റിലാണ്. ഞങ്ങൾ ഇതിന് അപ്പുറത്ത് പോയിട്ട് അവിടെ സെക്യൂരിറ്റി ഞങ്ങളെ പിടിച്ചു ഗൈസ്. അച്ചാച്ചനും മിൻസിച്ചിട്ട് അക്വേറിയം പോയി കഴിച്ച് പിള്ളേരെ കൊണ്ട് തിരിഞ്ഞിരിക്കുന്നു. മോഹം പോലും കാണിക്കുന്നില്ല. പക്ഷെ ജീവനുള്ള മീനല്ല കഴിച്ച്. അക്വേറിയം പുള്ളി ചത്ത മീനായിരുന്നു കഴിച്ച്. ചന്ത മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്. അത് ഇവിടുന്ന് 1 hour ഡ്രൈവ് ഉണ്ട്. അതെ, ഇവിടെ എല്ലാം പള്ളിയാണ് കഴിച്ച്. ലണ്ടനിൽ ഫുൾ അറഞ്ഞം പുറഞ്ഞ പള്ളികളാണ് കഴിച്ച്. കണ്ടോ ഗൈസ്, അമ്പുനും മുള്ളാൻ മുട്ടിയ കരയില്ല. എന്തിനാടാ കരയുന്നേ? അയ്യോ, ചൂടെ വാർത്തയൊക്കെ അറിയിക്കട്ടെ. പിടിക്കാൻ പട്ടിയില്ലെന്ന് ഈ കുട്ടി ഇവിടുത്തെ BBC ഗൈസ് എല്ലാ ന്യൂസും എല്ലായിടത്തും കൊണ്ടെത്തിക്കും. അല്ല, ഞാൻ അവിടെ വരെ അപ്പൊ അതിന്റെ എൻട്രൻസ് കിട്ടുന്നില്ല. സോ വി റാൻ ഓൾ ദ വേ ഹിയർ. ആ ഷോപ്പ് അവിടെ നോക്കിയപ്പോ സോറി വി ആർ നോട്ട് ഓപ്പൺ ഓൺ മൺഡേസ്. അത് പറഞ്ഞാണ് അമ്മു മുല്ലി. വേറെ എവിടെ? ഞങ്ങളാ മാർക്കറ്റ് വെച്ച് പറഞ്ഞ മക്കളെ ഒന്ന് മോശം. പിള്ളേരല്ലേ, നേരത്തെ പോകാനുള്ള കഴിവില്ലായിരിക്കും. അറിയാവുന്നവർ കമന്റ് ചെയ്യുക ഗൈസ്, ഇതെങ്ങനെയാണെന്നുള്ളത്. പിള്ളേർക്ക് മുള്ളാൻ മുട്ടുമ്പോൾ പിടിച്ചു വെക്കാൻ അവനുള്ള കഴിവുണ്ടോ? ഇത് കണ്ടന്റ് ആക്കി. അതെ, ഇങ്ങനെ കിടുമ്പോൾ ആൾക്കാർ കമന്റ് ചെയ്യും, ഷെയർ ചെയ്യും. ഈ വ്ളോഗ് വെറൈറ്റി ആണ് ഗൈസ്. ഇതൊക്കെയാണ് ഇന്നത്തെ കണ്ടന്റ്. ഇനി മനുഷ്യരെ പോസ്റ്റ് ആക്കുക എവിടെങ്കിലും. പറഞ്ഞ സമയത്തിന് എത്തുവോ? ഇതാണ് വീഡിയോയില് പ്രൂഫാ. ഓക്കെ, സീ യു. എങ്ങോട്ടാ പോന്നെ? ഞാൻ അഡ്രസ് അയച്ചിട്ടുണ്ട്. അതെന്തോ സ്ഥലം എന്തുവാ? മാറ്റ്ലാൻഡ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് തുണി മേടിക്കാൻ പറ്റില്ല. എല്ലാരും അറിഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ നമ്മുടെ അറിവിൽ അതാണ്. അങ്ങനെ ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഒരു ക്ലിയറൻസ് സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ നോക്കാം. മാറ്റ്ലിൻ അങ്ങനെ എന്തോ പറയുന്നത് ക്ലിയറൻസ് സ്റ്റോറാണ്. നമുക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം. ചുമ്മാ ഇവർ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി. ഇവിടെ ഒരു ഷോപ്പിംഗ് മോൾ ഉണ്ടായിരുന്നു, പിന്നെ ഇതുകൊണ്ട് ഞങ്ങൾ ഈവനിങ്ങോട്ട് കയറി. ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ പ്രൈസും ഞാൻ കാണിച്ചു തരാം. നമുക്ക് പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന്. 70% ഓഫ് ഗൈസ്. വെയിൽസിലോട്ട് വരുന്നവർ മാൻ്റെ വെച്ച് തപ്പിയെടുക്കുക. എൻട്രി കേട്ടോ, മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പപ്പായ കോട്ട്സ് ഗൈസ്, ഇതൊക്കെ ലേഡീസ് ആണ്. 28 poundsന് ഗൈസ്. അത് ബ്ലേസർ പോലെ സംഭവം കേട്ടോ, വിൻ്റർ കോട്ടൊന്നുമല്ല. ഇവിടെ എന്തൊക്കെയുണ്ട്? ജാക്കറ്റ് പോലത്തെ. ജാക്കറ്റല്ല, കുറച്ച് കട്ടിയൊന്നും ഇല്ല, എന്നാൽ 35 pounds. ഇത് ക്ലിയറൻസ് പ്രൈസ് ആണ്. ഇതിൽ നിന്ന് 70% ഓഫ് ആണെന്ന് അറിയത്തില്ല. ഇത് കണ്ടു,
ഞാനിങ്ങ് ആണുങ്ങളുടെ സെക്ഷനിൽ വന്നു ഗൈസ്. 2 poundsനും 3 poundsനൊക്കെ ടീഷർട്സ് ഉണ്ട്, നമുക്ക് വീട്ടിലിടാനൊക്കെ ഉപയോഗിക്കാൻ തോന്നുന്നു. ഐ തിങ്ക് സോ. 2 pounds ഗൈസ്. ഇറ്റ്സ് ഷോ ടൈം ഗൈസ്. അങ്ങനെ ഇവിടെ ഫുൾ കയറി ഇറങ്ങി സാധനങ്ങളൊക്കെ കണ്ടു. കൊള്ളാം. ആക്ച്വലി നല്ല വില കുറവാണ് ഇവിടെ. ജാക്കറ്റൊക്കെ ഈ 70% ഇരിക്കുന്നുണ്ടോ, അത് ഈ 30 pound ഉണ്ടെങ്കിൽ അതിന് 70% ഓഫ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ സ്റ്റിക്കർ അതിൻ്റെ അകത്തുണ്ട് ഓഫർ പ്രൈസ്. 10 poundനൊക്കെ സ്വെറ്റേഴ്സും ടീഷർട്ട്സൊക്കെ ഉണ്ട്. 10 pound എന്ന് പറഞ്ഞാൽ CAD എന്ന് പറയുമ്പോൾ ആകെ $20 പോലും ആവുന്നില്ല. വിൻഡോ ഷോപ്പിംഗ്. ഞങ്ങളെല്ലാവരും കൂടെ വാഷ്റൂമിൽ വന്നു ഗൈസ്. പുറത്തേക്ക് ആ സ്റ്റോറിൽ വാഷ്റൂമില്ല, ഒന്നുമില്ല. വീണ്ടും കഴിക്കാൻ സ്റ്റാർബക്സ് മേടിച്ചു. സ്റ്റാർബക്സിൽ വാഷ്റൂമിലാണ് ഞങ്ങൾ കയറിയത്. മമ്മിക്ക് കാപ്പി ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. Oh, you bought all these? Did you like those? ഇതെല്ലാം ഇഷ്ടപ്പെട്ടോ? പിള്ളേര് ഷോപ്പ് ചെയ്ത് തകർത്തു ഗൈസ്. ഇത് അമാൻഡ മാത്രം ഷോപ്പ് ചെയ്താണ് ഈ കാണുന്നത്. Price is 20. Basic. She choose it? Okay, let's see. ചുമ്മാ. I want to hear from mommy as well. Where's your mommy? Dad, I wanted to get Starbucks. എങ്ങനെയുണ്ട്? You're not even drinking it. Yeah, you drank. എങ്ങനെയുണ്ടോ അമ്മേന്റെ കുട്ടി? യമ്മി. Emotional damage. ഒരു പാട്ട് പാടുവാണ് ഗൈസ്. പോയി പിടിച്ചോ. കിട്ടിയോ? ഗൈസ് ബിൻസ് ചേച്ചി ഈ വണ്ടി കയറുവാണ്. അപ്പുറത്ത് പച്ച കിട്ടും മടുത്തു ഗൈസ്. ഇത് അടിപൊളിയായി. ഇവിടെ നമ്മള് ആ പച്ചയുടെ സ്പീഡ് വേർഷൻ എടുത്തത്. ബിൻസി ചേച്ചിയാണ് പറഞ്ഞത് ഇത് ലണ്ടൻ വെയിൽസിലെ ബ്രിഡ്ജാണ്, വലിയൊരു ബ്രിഡ്ജാണെന്ന്. പക്ഷെ ഇതിലും വലിയ ബ്രിഡ്ജ് നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വരുന്നവര് കണ്ടായിരുന്നല്ലോ. ഏതാ? ഇതേതാ ഈ പൂക്കാരി? കപ്പ ബിരിയാണിയുടെ മണം ഇനി വരെ വരുന്നുണ്ടോ? ഒരു കോട്ട. വോയിസ് ഓവറെങ്കിലും ഇടാം നമ്മളിങ്ങനെ. ഒന്നുമില്ല, പ്രൊഫഷണൽ. ബീഫോ? ബീഫ്, അരി, തന്തൂരി ചിക്കൻ. ഇല്ല അല്ല. ഓ ചൂടാണ്. അടിപൊളി. ആ കാണാം കിട്ടി. വെച്ചിട്ടുണ്ട് വ്ലോഗിലിട്ട് ഞാൻ. ടേസ്റ്റ് കൈയോടെ ചൂടോ ടേസ്റ്റ്.
ടേസ്റ്റ് തീർന്നു പോരുന്നത്. എനിക്ക് പഞ്ഞി പോലെ ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എല്ലാരും വന്ന് ഇരിക്കുന്നതിന് മുമ്പേ വന്നിരുന്ന് എല്ലാം അടിച്ചു മാറ്റി കഴിക്കുകയാണ് ഗൈസ്. ഇവിടത്തെ പപ്പയും മമ്മിയും അച്ഛനും ആരും കണ്ടിട്ടില്ല. വ്ലോഗ് വരുമ്പോ അവര് കണ്ടോളും എന്തൊക്കെയാണ് നടന്നത്. എല്ലാം ഞാൻ കാണിക്കുന്നതായിരിക്കും. ഒരെണ്ണം കൂടെ ആവാം. മതി മതി മതി. എനിക്ക് വിളമ്പി തരുന്നത് പിള്ളേരൊക്കെ കളിക്കുകയാണ് ഗൈസ്. വെട്ടേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പപ്പ ഉണ്ടാക്കിയ വെട്ടേക്കാണ്. ഷെഫാണ് ഇരിക്കുന്നത്. ഈ ഷെഫാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ഷെഫ് സാബു അല്ലേ? ഷെഫ് സാബു പപ്പയുടെ പേരാണ്. നല്ല പോസായിരുന്നു. Thank you so much for watching. This is Canada signing off. Okay, bye-bye.